അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, ഇതിന് മറുപടി വേണം. ഒന്ന്. രണ്ട്, പത്മകുമാർ പറഞ്ഞ ദൈവതുല്യർ ഉണ്ടല്ലോ, ആ ദൈവതുല്യരുടെ സ്ഥാനത്തേക്ക് കടകംപള്ളിക്ക് പകരം തന്ത്രിയെ കയറ്റിയിരുത്തുന്നു. ശ്രീ ദേവസ്വത്തിന്റെ മുൻ വിജിലൻസ് ചീഫായിരുന്ന ശ്രീ വി ഗോപാലകൃഷ്ണൻ IPS പറഞ്ഞതിനകത്തും ശ്രീ രാധാകൃഷ്ണൻ സാർ പറഞ്ഞതിനകത്തും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എല്ലാ കാലത്തും മോഷണങ്ങളുടെ ഒരു വിളനിലം തന്നെയാണ്. ശബരിമല ക്ഷേത്രം അതിന്റെ ഏറ്റവും ഉന്നത സ്ഥാനയിൽ നിൽക്കുന്ന ഒരു വിളനിലം തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഓരോ വർഷവും അല്ലെങ്കിൽ കുറെ കാലമായിട്ട് ശബരിമലയിൽ ഒരു ജില്ലാ ജഡ്ജിയെ സ്പെഷ്യൽ കമ്മീഷണറായിട്ട് നിയമിച്ചിരിക്കുന്നത്. താങ്കൾ ശ്രീ ഗോപാലകൃഷ്ണനോട് ചോദിച്ചൊരു ചോദ്യത്തിന് ഉത്തരമുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ ഒരു കാലത്തും സജീവമായ ചർച്ചകളിൽ വരാതെ പോകുന്നൊരു പേരാണ് ഈ 2019 കാലയളവിലെ കൊള്ള സമയത്ത് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറായിരുന്ന ജില്ലാ ജഡ്ജി. അദ്ദേഹത്തിനോട് യാതൊരു വിധമായ ചോദ്യവും ഈ കേസുമായി ബന്ധപ്പെട്ട് നാളിതുവരെ ഒരു മാധ്യമവും ചോദിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് വിസ്മരിക്കാൻ സാധിക്കില്ല. കാരണം അദ്ദേഹത്തിനെ എന്തിനാണ് അവിടെ നിയമിച്ചത്? അദ്ദേഹം അവിടെ നടക്കുന്ന കാര്യങ്ങൾ സസൂക്ഷ്മം വിലയിരുത്തുകയും അവിടെ തട്ടിപ്പ് നടക്കുന്നുണ്ടോ, അവിടെ മോഷണം നടക്കുന്നുണ്ടോ, അവിടെ വെട്ടിപ്പ് നടക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധാപൂർവം വിലയിരുത്തുകയും അതാത് സമയം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ അറിയിക്കാനുമാണ് ഒരു ജില്ലാ ജഡ്ജിയെ നിയമിച്ചിരുന്നത്. ആ ഒരു കാര്യം ചെയ്യാതെ പോയി എന്നുള്ളത് നമുക്ക് അവഗണിക്കാൻ ഒക്കുന്ന ഒരു കാര്യമല്ല. ഇപ്പോഴത്തെ ജില്ലാ ജഡ്ജിയായിട്ടുള്ള ശ്രീ ജയകൃഷ്ണൻ എപ്രകാരം വിജിലന്റായി 2025 മോഷണത്തിനെ കൈകാര്യം ചെയ്തോ അതേപോലെ എന്തുകൊണ്ടാണ് ഈ അന്നത്തെ സ്പെഷ്യൽ കമ്മീഷണറായിരുന്ന ജില്ലാ ജഡ്ജി ചെയ്തില്ല എന്നുള്ളതിനെ പറ്റി കൂടി അന്വേഷണം നീണ്ടുപോകേണ്ടതുണ്ട്. കാരണം അദ്ദേഹത്തിന് ഇക്കാര്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള അശ്രദ്ധയും വീഴ്ചയും, ഇപ്പോൾ ബഹുമാനപ്പെട്ട തന്ത്രിയെ പറ്റി പറയുന്ന പോലെ അശ്രദ്ധയും വീഴ്ചയും തന്ത്രിയുടെ ഭാഗത്തുനിന്ന് എപ്രകാരം ഉണ്ടായോ അതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള അശ്രദ്ധയും വീഴ്ചയുമാണ് അക്കാലത്തെ ശബരിമലയിലെ സ്പെഷ്യൽ കമ്മീഷണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കേസിന്റെ നാൾവഴികൾ പരിശോധിക്കുമ്പോഴും ഈ കേസുമായി ബന്ധപ്പെട്ട രേഖകൾ കാണുമ്പോഴും ഇതൊരു വലിയ കൊള്ള സംഘമാണ് ശബരിമലയെ ചൂഷണം ചെയ്യുന്നത്. അതിനകത്ത് രാഷ്ട്രീയപരമായിട്ട് നോക്കുമ്പോൾ ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട എല്ലാവരും ഉണ്ട്. ശബരിമലയിലെ ഒരു സാധാരണ കീഴ്ശാന്തിയുടെ സഹായിയായി ചെന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന നാളിതുവരെ 1 രൂപ പോലും ഇൻകം ടാക്സ് കൊടുത്തിട്ടില്ലാത്ത ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ സോണിയാഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യ മുന്നണിയുടെ നേതാവിന്റെ അടുത്തേക്ക് ഈ പത്തനംതിട്ട ജില്ലയിലെ പ്രമുഖരായിട്ടുള്ള 2 MP കൊണ്ടെത്തിച്ചിട്ടുണ്ട് എങ്കിൽ അതിന്റെ പിന്നിൽ നടന്നിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി കൂടി ഒരു അന്വേഷണം ഉണ്ടാകണം. കാരണം സോണിയാഗാന്ധിയുടെ കുടുംബ പശ്ചാത്തലം, ഇറ്റലിയിലെ കുടുംബ പശ്ചാത്തലത്തിനെ പറ്റി അന്വേഷിക്കുമ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള സാധനങ്ങളുടെ ആന്റിക്ക് വാല്യൂ ഉള്ള സാധനങ്ങളുടെ കച്ചവടമാണ് അവിടെ നടത്തിയിരുന്നത് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ചിന്ത പോകുമ്പോൾ ഈ കേസിനൊരു അന്താരാഷ്ട്ര ബന്ധമുണ്ട്. ശ്രീ കടകംപള്ളി സുരേന്ദ്രന്റെ വിദേശ യാത്രകൾ, കേരളത്തിലെ വെറും ഒരു ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ എല്ലാ മാസവും ദുബായിലേക്ക് എന്തിനു പോയി, അതിനടുത്ത് ഈജിപ്തിലേക്ക് അദ്ദേഹം എന്തിനു പോയി, ഇറ്റലിയിലേക്ക് എന്തിന് അദ്ദേഹം പോയി തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയുള്ള അന്വേഷണം നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ ദൈവതുല്യരായിട്ടുള്ള ഒരു ദൈവതുല്യനല്ല, ദൈവതുല്യർ എന്ന് പറയുന്ന ബഹുവചനത്തിൽ ഉപയോഗിക്കാവുന്ന പലരിലേക്കും ഇതിന്റെ അന്വേഷണം പോകും. ആ അന്വേഷണം നടക്കാതിരിക്കാൻ ഇത് തന്ത്രിയിൽ മുട്ടി അവസാനിക്കണം എന്നുള്ളത് പിണറായി സർക്കാരിന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യമാണ്. അദ്ദേഹത്തിന് മുഖ്യമന്ത്രിക്ക് തന്ത്രിയോടൊരു വിരോധവും ഉണ്ടല്ലോ, നമ്മുടെ ചർച്ചയിൽ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ വിരോധത്തിനെ മുൻനിർത്തിക്കൊണ്ട് ഈ അന്വേഷണം മരവിപ്പിക്കാനും ഇത് യഥാർത്ഥ പ്രതികളിലേക്ക് കടകംപള്ളിയിലേക്ക് പോകാതിരിക്കാനുമുള്ള ആസൂത്രിത ശ്രമമുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, കേരളത്തിലെ മാധ്യമങ്ങൾ വളരെ വിജിലന്റായി നിൽക്കുന്ന ഒരു സംവിധാനമാണ്. ഈ കടകംപള്ളി സുരേന്ദ്രനെ SIT ചോദ്യം ചെയ്തതിന് ശേഷം എത്ര ദിവസങ്ങൾക്ക് ശേഷമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ അതറിഞ്ഞത്? 2-3 ദിവസങ്ങൾ കഴിഞ്ഞു. അത്രമാത്രം രഹസ്യ സ്വഭാവത്തോടു കൂടി ഒരു മന്ത്രിയെ മുൻ മന്ത്രിയെ, ദേവസ്വം മന്ത്രിയെ ചോദ്യം ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന്റെ പിന്നിലുള്ള ദുരൂഹത കൂടി ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമാക്കി മാറ്റണം. ഇതിനകത്ത് കടകംപള്ളിയുണ്ട്. 3 ദേവസ്വം മന്ത്രിമാരുടെ കാലത്താണ് ഈ കൊള്ളകൾ നടന്നിട്ടുള്ളത്. രാധാകൃഷ്ണന്, കടകംപള്ളി സുരേന്ദ്രന്, അതുപോലെ തന്നെ വാസവൻ തുടങ്ങിയ 3 മന്ത്രിമാരിലേക്കും അതുപോലെ തന്നെ പ്രശാന്ത് ഉൾപ്പെടെയുള്ള ദേവസ്വത്തിന്റെ പ്രസിഡന്റുമാരിലേക്കും ഈ കേസിന്റെ അന്വേഷണം പോകണം. ഇതിനൊരു അന്താരാഷ്ട്ര മാനമുണ്ട്. വിശ്വ ഹിന്ദു പരിഷത്ത് ഈ കേസിനെ ഒരു രാജ്യാന്തര തലത്തിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ മാസം 19 കേരളത്തിലെ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലേക്ക് ഒരു വലിയ ധർണ സംഘടിപ്പിക്കും.
സംഘടിപ്പിക്കുകയാണ്. വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന് പറഞ്ഞ ആഗോള ഹൈന്ദവ പ്രസ്ഥാനത്തിന്റെ ദേശീയ അന്താരാഷ്ട്ര പ്രസിഡന്റായിട്ടുള്ള അഡ്വക്കേറ്റ് അലോക് കുമാറാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. എപ്രകാരമാണോ അയോധ്യയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഭാരതത്തിലെമ്പാടും സമരഭൂമിയാക്കി മാറ്റിയത്, അതിന് തുല്യമായിട്ട് ഈ ശബരിമലയുടെ ഇഷ്യൂവിനെ ഒരു പാൻ ഇന്ത്യ വ്യൂവോടുകൂടി ഈ ഭാരതത്തിലെ ഒരു സമരമുഖം തുറക്കാൻ വിശ്വ ഹിന്ദു പരിഷത്തും കേരളത്തിലെ ഹൈന്ദവ സംഘടനകളും തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതും ഈ അവസരത്തിൽ എനിക്ക് പറയാൻ ആഗ്രഹമുള്ള ഒരു വസ്തുതയാണ്. അതുകൊണ്ട് ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കത്തില്ല. പിണറായി വിജയൻ തന്ത്രിയിൽ മാത്രമായിട്ട് ഇതിന്റെ അന്വേഷണം അവസാനിപ്പിക്കാൻ അദ്ദേഹം എന്ത് തീരുമാനമെടുത്താലും അത് നടപ്പാകില്ല. ഇതിന്റെ അന്താരാഷ്ട്ര തലങ്ങളിലേക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം പോകണം. ആ സ്പെഷ്യൽ കമ്മീഷണറായിരുന്ന ജഡ്ജിയെ ഈ ചോദ്യം ചെയ്യണം. അതുപോലെ തന്നെ സോണിയാഗാന്ധിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കോൺഗ്രസിന്റെ 2 MP മാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിനകത്ത് ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ തന്നെ വേണം.